ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ സെഷൻ ബിഗിൻ ചെയ്യാൻ പോവാണ്. നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓവർ തിങ്കിങ്ങിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ള കാര്യമാണ്. പോസ്റ്ററിൽ കണ്ട പോലെ തന്നെ ഓവർ തിങ്കിങ്ങിനെ ഒരിക്കലും നമ്മൾ കൺട്രോൾ ചെയ്യാനല്ല നോക്കേണ്ടത്, അതിനെ ഹാൻഡിൽ ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ഇതിലേക്ക് നമ്മളെ സെൽഫിനെ പാകപ്പെടുത്താം, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും പാകപ്പെടുത്താം എന്ന കാര്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകാനുള്ളത്. അപ്പോൾ എല്ലാ സെഷൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? മെഡിറ്റേഷൻ ആണ്. നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുക. അവിടെ മറ്റു ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളൊന്നും വരില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട്, അതായത് എത്രത്തോളം നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ നിങ്ങളെ രീതിയിൽ ഫേവറബിൾ ആക്കാൻ പറ്റുന്നോ ആ രീതിയിലൊക്കെ ആക്കിയിട്ട് നിങ്ങൾ ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവം അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് നിങ്ങളെ ലീഡ് ചെയ്യും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചിന്തിക്കാൻ ഇങ്ങനെ പറയും. ഫസ്റ്റ് ഒന്ന് ബ്രീത്തിലേക്കൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറയും. എന്നിട്ട് നിങ്ങളോട് ജസ്റ്റ് ഒരു ഇമാജിനറി കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങളെ സെൽഫിനെ ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ചെറിയൊരു പ്രോസസ്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും അതിൻ്റെ വഴിക്ക് വിടുക. അതിൻ്റെ ഇടയിൽ ചെറിയ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ഡിസ്കംഫർട്ടൊക്കെ ഫീൽ ചെയ്യും ചിലപ്പോൾ ഇരിക്കുമ്പോഴൊക്കെ. അതിനൊക്കെ കൂടുതൽ നെച്ചർ ചെയ്തിട്ട്, അതായത് ഈ ഡിസ്കംഫർട്ടിനെയും കാര്യങ്ങളെയും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള എക്സ്പീരിയൻസിന് നിങ്ങൾ കളഞ്ഞു കുടിക്കുന്ന പോലെ ആകരുത്. എന്ത് തന്നെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി, എന്തെങ്കിലുമൊക്കെ കണ്ട് സംഭവിക്കട്ടെ എന്നൊരു മെൻറ്റാലിറ്റിയിലേക്ക് എത്തിയിട്ട് നിങ്ങൾ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾ ഇരിക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇത്ര മാത്രമേ ഉള്ളൂ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏറ്റവും കംഫർട്ടായ പൊസിഷൻ കീപ്പ് ചെയ്യുക. ഞാൻ മെഡിറ്റേഷൻ ലീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നെന്ന് വിചാരിക്കുന്നു. ആരും ഉറങ്ങിപ്പോയിട്ടൊന്നുമില്ലല്ലോ. നല്ല റിലാക്സേഷൻ ഹാപ്പി ആയിട്ടുള്ള സ്റ്റേറ്റിലല്ലേ? അതായത് നമ്മൾ നമ്മളെ പറ്റി പഠിക്കുമ്പോൾ, നമ്മളെ പറ്റി അറിയുമ്പോൾ, നമ്മളെ പറ്റി മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രോസസ്സ് എന്താണ്? ഫസ്റ്റ് നമ്മൾ ആയിരിക്കേണ്ടതായിട്ടുള്ള സംഭവം എന്താണ്? ഈ ഒരു നിമിഷത്തിലാവുക എന്നുള്ളതാണല്ലോ. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ പഠിക്കുന്നതും അറിയുന്നതും ചിലപ്പോൾ എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ അതിനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാവാം എന്ന് തുടങ്ങിയിട്ടുള്ള പല ഇൻറ്റൻഷനുകൾ നമുക്കുണ്ടാവും എന്നുള്ളതാണ്. എന്നാൽ അതിനൊക്കെ മുകളിലാണ് നമ്മൾ നമ്മളെ പറ്റി മനസ്സിലാക്കുന്ന ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. നിങ്ങളിവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരെയും പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളിലുള്ള ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടിനെ എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളാണല്ലോ എല്ലാ ഫേസുകളിലും ഓരോ റോളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ വർക്കിംഗ് ഏരിയയിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടിയിട്ട് അവിടെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടാവാം ഓവർ തിങ്ക് കൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വേറൊരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിലോ ഫ്രണ്ട്ഷിപ്പിലോ ഇത് തുടങ്ങിയിട്ട് എവിടെയാണോ ഉള്ളത് അവിടെയെല്ലാം ആ ഒരു റിലേഷൻഷിപ്പിനെ എത്രത്തോളം നെഗറ്റീവ്ലി ചിന്തിച്ചിട്ട് ബുദ്ധിമുട്ടാക്കാൻ പറ്റുന്നോ അങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട് ബുദ്ധിമുട്ടിലേക്ക് മാറുന്നുണ്ട് അല്ലേ? എന്ന് തുടങ്ങിയിട്ട് പല മേഖലകളിലും നമ്മൾ ഓരോരുത്തരുമാണ് അവിടെ പെർഫോം ചെയ്യുന്ന ഓരോ പെർഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പെർഫോമർ ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്താന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് ഓരോ നിമിഷത്തെയും കാണാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലായിടത്തും ഉള്ളത് ആരാണ്? നമ്മളാണ്. അപ്പോൾ ഈ നമ്മൾ ഏറ്റവും ബെറ്റർ ആക്കുന്ന വിസ്ഡങ്ങൾ, നമ്മൾ ഏറ്റവും ബെറ്റർ ആക്കുന്ന അറിവുകൾ എവിടെയുണ്ടോ അതല്ലേ ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അറിവിലേക്കാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. അതിന് നിങ്ങൾ നിങ്ങളോട് തന്നെ നന്ദി പറയാന്നുള്ളതാണ്. നമുക്കൊരു സാധനം, ഒരു ഇഷ്ടപ്പെട്ട ഒരു വിഭവം നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആസ്വദിച്ച് അതിനെ കഴിക്കൂലേ? അല്ലെങ്കിൽ ആസ്വദിച്ച് അതിന് ഭയങ്കര മൈൻഡ്ഫുള്ളായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കൂലേ? ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു വിഭവം നിങ്ങളിലേക്ക് എത്തിയത് കൊണ്ടാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടതാണ്, ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അറിവാണ് ഇനി നിങ്ങളിലേക്ക് എത്താൻ പോകുന്നതും. അതിനും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ആവുക, നന്ദി പറയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും നമ്മൾ ഓവർ തിങ്കിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ശരിക്കും ഒരു ഓവർ തിങ്കറെ സംബന്ധിച്ചിടത്തോളം, ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സംഭവിക്കുന്നതായിട്ടുള്ളത് എന്താണ്? അമിതമായിട്ട് ഒരു കാര്യത്തെ നമ്മൾ ചിന്തിച്ച് കൂട്ടാണ് അല്ലേ?
ചിന്ത എന്നൊരു സംഭവത്തെ നമ്മുടെ ലൈഫിൽ നമുക്ക് തീരെ കളയാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മളുണ്ടോ നമ്മളിൽ ചിന്തയുണ്ട് എന്നുള്ളതാണ്. ചിന്ത എന്ന് അവസാനിക്കുന്നോ അന്ന് നമ്മളും അവസാനിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ചിന്തകൾക്ക് വളരെയധികം വലിയ പവറാണുള്ളത്. കാരണം നിങ്ങളുടെ പ്രാണവായു പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് നിങ്ങളിലുള്ള ചിന്തകൾ എന്ന് പറയുന്നത്. ഒരാളൊരു കോമാ സ്റ്റേറ്റിലെത്തി. ഒരു ബോഡി പോസ്ചർ ഒരു മൊമെന്റ് പോലും നടക്കുന്നില്ല. അദ്ദേഹത്തിന് ഹൃദയം മാത്രം ഇടിക്കുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കില് എന്താണോ ജീവൻ നിലനിർത്തേണ്ടതായിട്ടുള്ള അത് മാത്രമുള്ളൂ അദ്ദേഹത്തിന്. എന്നിരുന്നാലും അദ്ദേഹത്തിന് പോസിബിൾ ആവുന്ന സംഭവം എന്താണ്? ചിന്ത എന്ന് പറയുന്നതാണല്ലോ. ഓക്കെ. അപ്പൊ ആ ചിന്തയാണ് അവിടെയും പോസിബിൾ ആയിട്ടുള്ള സംഭവം. അപ്പൊ ഉടനീളം നമ്മളിൽ ഉള്ളൊരു സംഭവമാണ് ഈ ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും ചിന്തയെ കളഞ്ഞുള്ളൊരു ജീവിതമല്ല നമുക്ക് വേണ്ടത്. അതിനപ്പുറമായിട്ട് അല്ലെങ്കിൽ ചിന്തയെ കളഞ്ഞുള്ള ജീവിതം നമുക്ക് പോസിബിൾ അല്ല. അതിനപ്പുറമായിട്ട് നമ്മളിലുള്ള ചിന്തകളെ വേണ്ട വിധത്തിൽ നമ്മളിലേക്ക് പാകപ്പെടുത്തുന്ന രീതിയിൽ, നമ്മളിലേക്ക് വേണ്ട രീതിയിൽ അതിനെ ആക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു കാര്യത്തെ പറ്റിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം ലൈഫിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പാസ്റ്റിൽ സംഭവിച്ച ഒരു മിസ്റ്റേക്സിനെ പറ്റിയോ ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന ഒരു കാര്യം, എൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാവും, എൻ്റെ ഫ്യൂച്ചറിലെ പാർട്ട്ണർ എങ്ങനെയാവും, ഞാൻ കുറേ ലൈഫിൽ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ സീരിയലുകളിൽ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടത് വെച്ച് നോക്കുമ്പോഴൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി ഇതേപോലത്തെ പാർട്ട്ണർ ആവും എന്നിലേക്ക് വരിക. പിന്നെ എന്താ ചിന്തിക്കുക, പാർട്ട്ണർ മാത്രം നന്നായാൽ പോരാ, എൻ്റെ വീട്ടുകാർ നന്നാവോ, ഞാൻ പോയിരിക്കുന്ന ഇടം നന്നാവോ എന്ന് തുടങ്ങിയിട്ട് കുറേ ചിന്തകൾ ഉണ്ടാവില്ലേ. അതുപോലെ തന്നെയുള്ള ചിന്തയാണ് ഞാനൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞാനല്ലേ, ഞാൻ അത്ര നന്നായിട്ടും ചെയ്യാൻ പറ്റില്ല, എൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും മിസ്റ്റേക്സേ വരുള്ളൂ. ഞാനൊരു ട്രിപ്പ് പോയി കഴിഞ്ഞാലോ ആ ട്രിപ്പ് അന്ന് മൂഞ്ചേ ഉള്ളൂ, അതൊന്നും നന്നാവില്ല എന്ന് തുടങ്ങിയിട്ട് സീൻ ഡാർക്ക് ആക്കാന്നൊക്കെ പറയില്ലേ. അതേപോലെ ഏറ്റവും ബാഡ് ആക്കാൻ പറ്റുന്ന കാര്യം എങ്ങനെ, അങ്ങനെ ആ തരത്തിലാണ് നമ്മൾ ചിന്തകൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. ഈ ഒരു കാര്യത്തെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ കുറേ നമ്മൾ കാണാത്ത പല മനോഹാരിതയും പല മനോഹരമായ നിമിഷങ്ങളും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഒരു യാത്ര പോയി, യാത്രയുടെ മെയിൻ ഉദ്ദേശം എന്താണ്? അവിടെയുള്ള ഇടങ്ങളെല്ലാം ആസ്വദിക്കുക എന്നുള്ളതാണ് അല്ലേ. ഈ ആസ്വാദനങ്ങൾ അപ്പുറമായിട്ട് ആ യാത്രയിലും നിങ്ങൾ വീട്ടിലിപ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടാവുക, എൻ്റെ വീട്ടിലിപ്പോൾ കറക്റ്റ് ആവുക കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലിപ്പോൾ കള്ളം കയറുമോ, ഞാൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറേ സ്വർണ്ണാഭരണങ്ങളും ഇല്ലെങ്കിൽ കുറേ സ്വത്തൊക്കെ വെച്ച് പോന്നതല്ലേ, ഇതൊക്കെ കാര്യം കട്ടെടുക്കും എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു നിമിഷത്തിൽ ഹാപ്പിനെസ്സിനെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് നിങ്ങൾ നിങ്ങളെ ലൈഫിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ചിന്ത എന്ന് പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു അനുഗ്രഹത്തെ ഒരു അനുഗ്രഹമല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവമാക്കിയിട്ട് മാറ്റിയല്ലേ. ചിന്ത അനുഗ്രഹം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ ഇവിടെ കാണുന്ന ഓരോ റെനോവേഷനും അല്ലെങ്കിൽ ഓരോ ഉയർച്ചയും എല്ലാം ചിന്തകളിൽ നിന്ന് വന്നതല്ലേ. ഇപ്പൊ നമ്മൾ കാണുന്ന വലിയ വലിയ കൊട്ടാരങ്ങളും പണ്ടൊരിക്കലും ഒരു വ്യക്തിയുടെ മനസ്സിൽ വന്നൊരു ചിന്തയല്ലേ ഇതുപോലെ ഉണ്ടാക്കണമെന്നുള്ളത്. ഇന്ന് ആഹ്, നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ വീട്, ആ വീടിൻ്റെ ഒരു പ്ലാന് എവിടുന്നാ വന്നിട്ടുള്ളത്? നിങ്ങളുടെ ചിന്തകളിൽ നിന്നിട്ടോ അല്ലാതെ ഏതെങ്കിലും ആർക്കിടെക്ചർ ചിന്തയിൽ നിന്നോ അല്ലേ അത് വന്നിട്ടുള്ളത്. അപ്പൊ ചിന്തകൾക്ക് ഒരു കാര്യത്തെ നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. നമ്മളിപ്പോ നമ്മുടെ മുന്നിലുള്ള ഐഫോണ്, മാക്ബുക്ക് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല ദൈനംദിനമായ ഉപകരണങ്ങളും, നമ്മളെ ഷർട്ട്, ഡ്രസ്സ്, ഇതൊന്നും പണ്ട് മുതലേ ഉള്ള സംഭവങ്ങളല്ല. ഓരോ ലൈഫ് മുന്നോട്ടേക്ക് പോകുമ്പോഴും ഓരോ വ്യക്തികൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നു. ആ ചിന്തിക്കുന്നതിന് അവർക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നു. ആ റിസൾട്ടിലൂടെ നമ്മൾ ഇന്ന് അനുഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല അനുഗ്രഹങ്ങളും അതിലൂടെ വന്നതായിട്ടുള്ളതാണ്. അപ്പൊ ചിന്തകൾക്കുള്ള പവർ എന്ന് പറയുന്നത് ഒരു കാര്യത്തെ നിർമ്മിക്കാനുള്ളതാണ്. ആ ഒരു നിർമ്മിക്കാനുള്ള പവർ ആയിട്ടുള്ള ചിന്ത നമ്മളെ ലൈഫിൽ നമുക്ക് എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളെ ലൈഫിൽ നമ്മളത് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുക അല്ലെ. അതുകൊണ്ടല്ലേ ചിന്തകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഓവർ തിങ്കിങ്ങിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സെഷനിലേക്ക് നിങ്ങൾ വന്നതും ഇവിടെ ഇരിക്കുന്നതും ഒക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാവാത്തതായിട്ടുള്ള സംഭവം നമ്മുടെ ചിന്തകളുടെ ഇമ്പോർട്ടൻസ് ആണെന്നുള്ളതാണ്.
ഒരു സ്റ്റോറി പറയുന്നുണ്ട് നമ്മുടെ ചിന്തകളുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട്. പണ്ടൊരിക്കല് സ്റ്റോറിയാണ് ആദ്യം തന്നെ പറഞ്ഞു തരാം. ഓക്കെ. അതിൽ ലോജിക്കുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ച് കൂട്ടരുത്. കഥയിൽ ചോദ്യമില്ല. നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മെറ്റാഫിസിക്കലി നമ്മൾ കൺവേ ചെയ്യുന്ന സംഭവമാണ് സ്റ്റോറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ സ്റ്റോറിയിൽ ഇങ്ങനെയാണ്. ദൈവം മാലാഖമാരോട് ചോദിച്ചു, മനുഷ്യന് നമുക്ക് എന്ത് ചെയ്യണം? ഏറ്റവും വലിയ അനുഗ്രഹമുള്ള ഒരു സംഭവം. അതായത് അവൻ്റെ ജീവിതത്തിൽ അവൻക്ക് എന്തും നടക്കുന്ന രീതിയിൽ ആക്കപ്പെടാൻ പറ്റുന്ന ഒരു സംഭവത്തെ അവനക്ക് കൊടുക്കണം. ഒരു നിധിയെ, ഒരു ട്രഷർ അവനക്ക് കൊടുക്കണം. ഈ ട്രഷർ അവന് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ട്രഷർ അവനക്ക് കൊടുക്കണം. അപ്പോൾ മാലാഖമാർ, നിങ്ങൾ എനിക്കൊരു ഒപ്പീനിയൻ പറഞ്ഞു തരൂ. എന്ത് ചെയ്യണം മനുഷ്യർക്ക് അങ്ങനെ ഒരു നിധിയെ കൊടുക്കാൻ വേണ്ടിയിട്ട്? എവിടെ നമ്മളത് പ്ലേസ് ചെയ്യണം എന്ന് ചോദിക്കാണ്. അപ്പോൾ മാലാഖമാർ പറയാണ്, നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു നിധിയെ നമുക്ക് ഒരു കാടിൻ്റെ ഉള്ളിൽ കൊണ്ടേക്കാം. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ. ഫോറസ്റ്റിൻ്റെ ഉള്ളിലാവുന്നുള്ള പ്രത്യേകത എന്താണ്? ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ആരും വരില്ല ല്ലേ? ആര് വന്നിട്ടും അല്ലെങ്കിൽ എത്തപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിലോ വളരെ സാഹസികമായിട്ട് എത്തുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഈ ആളുകൾ അവിടെ എത്തുമ്പോൾ അവർ അതിനെടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ആ രീതിയിലുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന രീതിയിൽ ആ നിധി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക? അവിടെ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാലാഖയുണ്ട്. ആ മാലാഖയുടെ കഴിവ് എന്താ അറിയോ? ഭാവിയെ പറ്റി കാണാൻ പറ്റും. മൂപ്പർക്ക് ഇങ്ങനെ സ്ക്രീനിലൊക്കെ ഇരുന്നിട്ട്, ദൈവത്തിന് കൂടുതൽ ആളുകളല്ലേ. അപ്പോൾ മൂപ്പർക്ക് ഇങ്ങനെ സ്ക്രീനിലൊക്കെ ഇരുന്നിട്ട് ഭാവിയെ പറ്റിയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ മൂപ്പരിങ്ങനെ കണ്ടിട്ട് ആലോചിച്ചിട്ട് പറയാണ്, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? അവിടെ കൊണ്ടുവെക്കരുത്. കാരണം ഈ മനുഷ്യൻ എന്ന് പറയുന്നത് വളരെയധികം കഴിവുള്ള ഒരാളാണ്. അവന് അതിൻ്റെ ഉള്ളിലൊക്കെ സിമ്പിളായിട്ട് എത്താൻ പറ്റും. ഈ നമ്മളെന്താ പറയുന്നത്, ഈ വന്നായിട്ടുള്ള കാടുകളിലൊക്കെ സിംഹം ഉണ്ടാവും, പുലി ഉണ്ടാകും, അതുപോലത്തെ വലിയ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവും. ആ മൃഗങ്ങളൊക്കെ വേട്ടയാടി തിന്നുന്നവനാണ് മനുഷ്യൻ. അപ്പൊ അവനക്കത് സിമ്പിൾ ആയിട്ടുള്ള സംഭവം ആവൂലേ എന്ന് പറയാം. രണ്ടാമത് അവര് പറയുന്നത് എന്താണ്? നമുക്കിനി ഒരു ആകാശത്ത് കൊണ്ടുവച്ചാലോ? അല്ലാന്നുണ്ടെങ്കിൽ ആകാശത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെടുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എയറിലൊക്കെ എത്തപ്പെടുക എന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവമല്ലേ എന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ട് "ന്നാ അവിടെ വെക്കുക" എന്നുള്ളൊരു ഒപ്പീനിയൻ ഒരു മാലാഖ പറയാണ്. അപ്പോൾ ഭാവിയെ നോക്കുന്ന മാലാഖ നോക്കിയിട്ട് പറയാണ്, അതൊന്നും നിങ്ങൾ ചെയ്തു പോവല്ലേ. നമ്മളെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന, എയറിലൂടെ സഞ്ചരിക്കുന്ന പല കാര്യങ്ങളും അവർ കണ്ടുപിടിച്ചിട്ട് നൂറുകണക്കിന് ആളുകൾക്ക് തന്നെ അറ്റ് എ ടൈം സഞ്ചരിക്കാൻ പറ്റുന്ന വിമാനങ്ങൾ വരെ അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട? അവിടെയും വെക്കണ്ട. അതും സിമ്പിൾ ആവുമെന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? മലമുകളിൽ കൊണ്ടുവെക്കാന്നുള്ളത്. അപ്പോൾ മാലാഖ ഇങ്ങനെ ചിരിച്ചിട്ട് പറയാണ്, ഭാവിയെ നോക്കുന്ന മാലാഖ, എവറസ്റ്റ് വരെ മനുഷ്യന്മാർ കീഴടക്കുന്നുണ്ട്. അതും അവർക്ക് സിമ്പിൾ ആയിട്ടുള്ള ടാസ്കാന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ അവര് പറയാണ്, എന്നാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ കൊണ്ടെക്കാം? മനുഷ്യനെ തന്നെ അത് ഇംപ്രിന്റ് ചെയ്യാം. അവൻ അവന്റെ ചുറ്റുഭാഗം മൊത്തം സഞ്ചരിക്കും. പക്ഷെ അവന്റെ ഉള്ളിലേക്ക് അവന് എത്തുന്നത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. കാരണം അവന്റെ ഉള്ളിലുള്ള ചിന്തയാണ് അവന്റെ മുന്നോട്ടേക്ക് നയിക്കുന്ന നിധി എന്ന് പറയുന്നത്. ഓക്കെ. ശരിക്കലും ഈ മാലാഖമാര് ദൈവം ചെയ്ത ഒരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ എപ്പോഴാണോ സ്വയത്തിലേക്ക് അടക്കുന്നത്, അപ്പോഴല്ലേ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങളിൽ വരുന്ന ഓരോ നെഗറ്റീവ് ആയിട്ടുള്ള ഓവർ തിങ്കിങ്ങും നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഈ ചിന്തകളെല്ലാം എന്നിലേക്ക് വരുന്നത് എൻ്റെ ചിന്തകൾ കൊണ്ടല്ലേ. അതിനിപ്പോൾ എന്താ? അതിനേക്കാളും നല്ലൊരു ജീവിതം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നൊരു സെറ്റ് ഇറ്റ് ഫ്രീ മൈൻഡ് സെറ്റിൽ നിങ്ങൾ മാറുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമോ? അതായത് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, എന്നിൽ വരുന്ന ഓരോരോ ചിന്തകളും എന്നിലേക്ക് വരുന്ന ഈ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളല്ല എൻ്റെ ലൈഫിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിനപ്പുറമായിട്ട് ഞാൻ ചിന്തിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കുറേ ചിന്തകളുണ്ട്. അതായത് ഐ ബിലീവ് ഇൻ മൈസെൽഫ്. എന്നിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു. ഞാൻ എന്നിലുള്ള അനന്തയെ വിശ്വസിക്കുകയും എന്നിൽ നല്ല കാര്യങ്ങളെ സംഭവിക്കുകയുള്ളൂ എന്നൊരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവാന്നുണ്ടെങ്കിൽ എന്ത് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഓവർ തിങ്കിങ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളെ സെൽഫിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലേ? നമ്മളൊക്കെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ പരാജയം തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ്? നമുക്ക് നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്നുള്ളതാണ്. അമ്മമാര് കുട്ടികളെ എത്ര ബുദ്ധിമുട്ടിച്ചിട്ടോ അടിച്ചിട്ടൊക്കെ പഠിപ്പിച്ചിട്ട് ഹാൻഡിൽ ചെയ്യില്ല. "നീ ഇന്ന കാര്യം തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. നീ ഇങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ." അതുപോലെ തന്നെ നമ്മളും പല ആളുകളെയും ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ നമ്മളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഹാൻഡിൽ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കല്ല നല്ലത്. അതിനപ്പുറമായിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നമ്മളെ സെൽഫ്
സെൽഫ് ബ്രാൻഡിങ്ങിന് പറ്റിയിട്ടുള്ള നമ്മളെ തന്നെ ഉയർച്ചയിലേക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ആ ചെയ്യുന്നതിലൂടെ നമുക്ക് തന്നെയാണ് ഉയർച്ച ഉണ്ടാകാൻ പോകുന്നത് എന്ന് അറിഞ്ഞിട്ടും നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതുപോലെ തന്നെ നൈറ്റ് നമ്മൾക്കൊന്ന് ഫോണിലില്ലാതെ സ്ക്രോൾ ചെയ്യാതെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? കിടന്നുറങ്ങുമ്പോൾ കണ്ണിൽ കാണുന്ന ബ്ലൂ സ്ക്രീന് നിങ്ങളെ കണ്ണിനെയും നിങ്ങളെ മാനസിക നിലയെയും ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും എന്നറിഞ്ഞിട്ടും നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വെറുതെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. അപ്പൊ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് നമ്മളെ തന്നെയാണ്. അപ്പൊ ഈ ഓവർ തിങ്കിങ്ങിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഹാൻഡിൽ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ അതെങ്ങനെയെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. സിമ്പിൾ ആയിട്ടുള്ള കുറേ ടാസ്കുകൾ ഇരിക്കുന്നുണ്ട്. അതിലൊരു മെയിൻ ആയിട്ടുള്ള മോസ്റ്റ് റെലവന്റ് ആയിട്ടുള്ള കുറേ അധികം സൈക്കോളജിസ്റ്റുകൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നതായിട്ടുള്ളത് എന്താണ്? മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്? ഈ ഒരു നിമിഷത്തിൽ നിങ്ങളാവുക എന്നുള്ളതാണ്. മൈൻഡ്ഫുൾനെസ് കൊണ്ട് സിംപിളി മീൻ ചെയ്യുന്നത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള സമാധാനം എന്ന് പറയുന്നത്. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിടന്നുറങ്ങിയിട്ടും സമാധാനം കണ്ടെത്താം. അതായത് ഒരു പരിധിക്കപ്പുറം ഉറങ്ങേണ്ട ഒരു സമയമുണ്ട്. അതിനപ്പുറവും പരിധിക്കപ്പുറവും കിടന്നുറങ്ങിയിട്ടും സമാധാനം കണ്ടെത്താം. അതിനപ്പുറമായിട്ട് രാവിലെയൊക്കെ നേരത്തെ എണീറ്റിട്ട് പ്രൊഡക്റ്റീവായിട്ട് ആ ദിവസത്തെ കണ്ടെത്തിയിട്ടും സമാധാനം കണ്ടെത്താം. ആ പ്രൊഡക്ടിവിറ്റിയിലൂടെ സമാധാനം കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളിൽ ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഓവർ തിങ്കറെ സംബന്ധിച്ചിടത്തോളം ഓവറായിട്ടൊരു കാര്യത്തെ തിങ്ക് ചെയ്യുന്ന ഒരാളിൽ ഇല്ലാത്തതായിട്ടുള്ളത് സമാധാനമാണല്ലോ. അപ്പൊ ഈ സമാധാനത്തെ ഇല്ലാതാക്കിയത് എന്താണ്? ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സംഭവം. അപ്പൊ ഈ ഒരു സംഭവത്തെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതുമായിട്ടുള്ളത് എന്താണ്? സമാധാനം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങളെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു കാര്യത്തെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണ്. അതായത് പാസ്റ്റിൽ സംഭവിച്ചു പോയ മിസ്റ്റേക്സിനെ പറ്റി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുകയെന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ അന്നങ്ങനെ സംഭവിച്ചാൽ പക്ഷേ അന്നങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, എന്ത് ചെയ്യാൻ, എന്നെക്കൊണ്ട് പറ്റിപ്പോയതാണ്, ഇനി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അതായത് പാസ്റ്റിൽ സംഭവിച്ച പല കാര്യങ്ങളും കൊണ്ടും ഈ പ്രസന്റിലുള്ള നിമിഷത്തെ നമ്മൾ കളഞ്ഞു കുടിക്കുകയാണ്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ പ്രകൃതിയെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെയും ഇവോൾവ്മെന്റ് നടക്കുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓരോ സമയവും പുതിയതാണല്ലേ. ഇന്ന് എനിക്ക് ഈ ഒരു സമയം ഇതേ നിമിഷം ഇതേ സെക്കൻഡ് ഇനി എനിക്ക് അടുത്തത് കിട്ടില്ല, അതും പുതിയതാണ്. അപ്പോൾ ഓരോന്നും പുതുമയുള്ളതാണ്. നമ്മുടെ ചിന്തയിൽ മാത്രമാണ് നമുക്ക് പുതുമ കണ്ടെത്താൻ പറ്റാത്തതായിട്ട് ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ആ ചിന്തയിലും നിങ്ങൾ പുതുമ കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് പുതുതായിക്കൊണ്ടേയിരിക്കും. അപ്പൊ പാസ്റ്റിൽ സംഭവിച്ചത് സംഭവിച്ചു പോയി. സംഭവിച്ചു പോയതൊന്നും ഇനി കുറേ പറഞ്ഞിട്ടോ കുറേ ഇതാക്കിയിട്ടോ ചിന്തിച്ചിട്ടോ നിങ്ങൾ ഈ നിമിഷത്തെ നിങ്ങൾ എന്തിന് കുട്ടിച്ചോറാക്കണം? അല്ലെങ്കിൽ ഈ നിമിഷത്തെ എന്തിന് നിങ്ങൾ കളയണം, ഇല്ലാതാക്കണം? ആ ഒരു നിമിഷത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? പോസ് ചെയ്തിട്ട്, അതായത് ഓക്കെ, അങ്ങനത്തെ ചിന്തകൾ വരുമ്പോൾ ഓക്കെ, അത് കഴിഞ്ഞു പോയല്ലോ, ഇനി ആ ഒരു മിസ്റ്റേക്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. ലൈഫ് എന്ന് പറയുന്നത് ഉടനീളം ഒരു പാഠമാന്നുള്ളതാണ്, ഒരു എഡ്യൂക്കേഷൻ ആന്നുള്ളതാണ്. അതായത് സ്കൂളുകളിലോ അതേപോലെ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ മാത്രം പഠിക്കുന്നതല്ല പഠനം എന്ന് പറയുന്നത്. ജീവിതവും ഒരു പഠനമാണ്. ആ പഠനത്തിൽ നമ്മൾ ഓരോ നിമിഷവും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റുകളെ നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ. നോട്ട് ഓക്കെ ആവുന്നതും ഓക്കെയാണ്. പരാജയപ്പെടുന്നതിന് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്? ആ പരാജയത്തിലൂടെ പഠിച്ചിട്ട് മുന്നേറുകയാണ് നമ്മൾ വേണ്ടത്. ഒരാളും 100% പെർഫെക്റ്റ് അല്ല. നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ നോക്കിയാൽ അത് നടക്കുകയുമില്ല. നമ്മളെല്ലാവരും ഇംപെർഫെക്ഷൻ ഉള്ളവർ തന്നെയാണ്. പെർഫെക്ഷനിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവത്തെ നമ്മൾ അംഗീകരിക്കുക. അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം അക്സെപ്റ്റൻസ് ആണെന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ അന്ന് സംഭവിച്ചു പോയ സംഭവത്തെ അംഗീകരിച്ചിട്ട് ആ ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ ഐ ലെറ്റ് ഇറ്റ് ഗോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിച്ച് തുടങ്ങാം. ഞാൻ ആ സംഭവത്തെ ഇനി ഒന്ന് റിലീസ് ചെയ്യുന്നു, ഇനി ഒന്ന് ഒഴിവാക്കുന്നു. റിലീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടി നമ്മൾ കാര്യത്തെ ഇങ്ങനെ റിലീസ് ചെയ്യുന്നതും അതിനെ റിലീസ് ചെയ്യുന്നതും ഡിഫറെന്റ് ഉണ്ടല്ലോ അല്ലേ. അപ്പൊ നമ്മളെന്താണ് പണ്ടോ അങ്ങനെ അങ്ങനെ ശപിച്ചുകൊണ്ട് ഒഴിവാക്കുന്നത് അപ്പുറമായിട്ട് ഓക്കെ, ഇനിയിൽ അങ്ങനെ സംഭവിച്ചില്ലേ, അങ്ങനെ സംഭവിക്കാൻ ചിലപ്പം ഒരു കാരണമുണ്ടാകാം.
ആ ഒരു കാരണം ഇപ്പോഴല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് എനിക്കൊരു കാരണമായിട്ട് മനസ്സിലായേക്കാം എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സംഭവത്തിൽ നിന്ന് ഇനി മുന്നോട്ടേക്ക് പോകുന്ന ലൈഫിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വജ്രങ്ങളെ, മുന്നോട്ടേക്ക് പോകുന്ന ലൈഫിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നിധികളെ നമ്മൾ എടുത്തിട്ട്, നല്ല അറിവിനെ മാത്രം എടുത്തിട്ട് അതിനെ നമ്മൾ നurture ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പാസ് ചെയ്യാൻ പറ്റിയ മിസ്റ്റേക്സിനെ പറ്റിയിട്ട് വെറി ചെയ്തിട്ട് ഇപ്പോഴത്തെ നിമിഷം നമുക്ക് കളഞ്ഞ് പോവില്ല എന്നുള്ളതാണ്. പിന്നെ വരുന്ന ചിന്ത എന്താണ്? ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അല്ലേ? ഈ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൽ കണക്ട് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ഇരിക്കുന്നുണ്ടാവും. ഞാനും എൻ്റെ ഒരു വൈഫുള്ള റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് പോകും ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്ന ചിന്ത വരാൻ പല ആളുകൾക്കും. അതേപോലെ ഹസ്ബൻഡ് കേട്ടോ കണ്ടും കണ്ടും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ജോബ് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ നമ്മൾ എവിടേക്ക് എന്തൊക്കെയോ റോളുകൾ എടുക്കാനുണ്ടോ, ആ റോളുകളിലേക്കാൻ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് കുറേ ചിന്തിക്കുന്ന നമ്മളുണ്ടാവാം. ഈ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് ഇല്ലാത്തതായിട്ടുള്ളത് ലാക്ക് ഓഫ് സെൽഫ് ബിലീഫാണ്. ഓക്കെ. നമുക്കില്ലാത്തതായിട്ടുള്ളത് ഹൈ ആയിട്ടുള്ള സെൽഫ് ബിലീഫാണ്. നമ്മളിൽ ഉള്ളതോ ലാക്ക് ഓഫ് സെൽഫ് ബിലീഫാണ്. സെൽഫ് ബിലീഫ് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ അമിതമായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെൽഫ് ബിലീഫ് അവിടെ വീട്ടിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോരോ കാര്യവും പെർഫെക്റ്റിലേക്ക് എന്തായാലും എത്തും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് മാറില്ലേ? അതായത് നമ്മളൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ കുഴിച്ച കിണറിൽ വെള്ളം കാണാന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ ചൊല്ലു പറയാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ചെയ്തതിൽ ഇപ്പൊ തന്നെ റിസൾട്ട് കാണണം. ഇപ്പൊ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കാണണം. ആ ഒരു സംഭവം എന്താണ്? ഇപ്പോൾ തന്നെ അതിനപ്പുറമായിട്ട് ഇത് പെർഫെക്ഷനിലേക്ക് എത്തിക്കാം. അതായത് നമ്മൾ റിസൾട്ടിലേക്ക് നമ്മൾ കാണാതെ ആ റിസൾട്ടും കാണുന്നതിനപ്പുറമായിട്ട് ആ റിസൾട്ടിൽ പോകുന്നൊരു വഴിയുണ്ടല്ലോ, ആ വഴിയെയും നിങ്ങൾ ആസ്വദിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ആസ്വാദകരമായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടും സമാധാനപരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് സിമ്പിളായിട്ട് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് നമ്മൾ നന്നാവണം എന്ന് ചിന്തിക്കുന്ന എന്നുള്ള സംഭവത്തിനപ്പുറമായിട്ട് ചില അറിവുകളും നമ്മളെ നന്നാക്കും എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് അറിവ് വെളിച്ചമാണെന്നുള്ളതാണ്. വെളിച്ചം നമ്മളെ സഹായിക്കുന്നതിനാണ്, നമുക്കൊരു മുന്നോട്ടേക്കുള്ള പാത നൽകില്ലേ, അതുപോലെ നമ്മളെ അറിവും നമ്മൾ മുന്നോട്ടേക്കുള്ള ഒരു പാത നമുക്ക് നൽകുന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓവർ തിങ്കിങ്ങിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഓവർ തിങ്കിങ്ങിന് കാരണമായിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു കോഴ്സിനെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ നിങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഓവർ തിങ്കിങ് വേണ്ടി ഡിസ്കസ് ചെയ്തല്ലോ. ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇവിടെ സെൽഫിൻ്റെ ബിലീഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റിൽ പറ്റുന്ന വെറീസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടാവാം ചിലപ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു യാത്ര പോകുന്ന യാത്ര ഒരു ബുദ്ധിമുട്ടിലേക്ക് നയിക്കും എന്നുള്ളത് തുടങ്ങിയിട്ടാവാം. ഇങ്ങനെ തുടങ്ങിയിട്ട് പല കോഴ്സുകളും ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു പാർട്ട് 1 ഓവർതിങ്കിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു കോഴ്സിനെ ഒന്നിരുന്ന് ചിന്തിച്ചിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓവർ തിങ്ക് എന്ന് പറയുന്നത് കുറേ ചിന്തിക്കുക എന്നുള്ളതല്ല. ഇനി ആ ചിന്തകളെ നിങ്ങൾ എന്തിലേക്ക് നയിക്കുക? നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിന്ത എന്ന് പറയുന്ന മഹാ അത്ഭുതത്തെ, മഹാ അനുഗ്രഹത്തെ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പലയിടങ്ങളിലും പറയുന്നുണ്ട്, ചില ആളുകൾക്ക് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അനുഗ്രഹമാണ്, അല്ലെങ്കിൽ അവർ എപ്പോഴും ഹാപ്പിയാണ്, തുള്ളി കളിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാണുന്നുണ്ടാവും അല്ലേ? അവരുടെ ലൈഫിലൊക്കെ ഉള്ളതായിട്ടുള്ള സംഭവം എന്താണ്? അവർക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹത്തെയും അവർ അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അനുഗ്രഹമായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ പല അനുഗ്രഹത്തെയും നമ്മൾ എന്താണ്, അനുഗ്രഹത്തിനപ്പുറമായിട്ട് അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. നമ്മൾ ഓവർ തിങ്കിങ് ഒരു ബുദ്ധിമുട്ടായ പോലെ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഇന്നു മുതൽ ചേഞ്ച് സംഭവിക്കാൻ നോക്കുക, മാറ്റത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മാറ്റമെന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന എന്തോ സംഭവമായിട്ടുള്ളതല്ല, പതിയെ പതിയെ നമുക്ക് മാറാന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഫാസ്റ്റായിട്ട് മാറ്റങ്ങൾ വരാം, ഫാസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ വരാം. ചില ആൾക്ക് ടൈം എടുത്തേ വരിക എന്നുള്ളതാണ്. എന്ത് തന്നെ സംഭവിച്ചാലും ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അതിന് നിങ്ങൾ തയ്യാറാണ്, അത് നിങ്ങൾ ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചിന്ത എന്ന് പറയുന്ന അനുഗ്രഹത്തെ അനുഗ്രഹമായിട്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയട്ടെ. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പാർട്ടിൽ, നെക്സ്റ്റ് ഡേയ്സിൽ ഓവർ തിങ്കിങ്ങിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് കുറച്ച് ടെക്നിക്കുകൾ കൊണ്ടുപോകാം. എങ്ങനെ ഓവർ തിങ്കിങ്ങിനെ, അതായത് ഈ സെഷനിലൂടെ നിങ്ങൾ നിങ്ങളുടെ കോഴ്സിനെ മനസ്സിലാക്കും. നിങ്ങൾക്ക് ഓവർ തിങ്കിങ്ങിന് കാരണമായിട്ടുള്ള കാരണത്തെ നിങ്ങൾ മനസ്സിലാക്കും. ആ കാരണത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മളിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്തായി, അങ്ങനെ ഒരു കാരണം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണമില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നവും അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് ഏതൊരു പൂട്ടിനും ഒരു ചാവി ഉണ്ട് എന്നുള്ളതല്ലേ. ആ ചാവി തുറന്നാൽ ആ പൂട്ട് തുറക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ചാവിയാണ് നമ്മൾ പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ പ്രോബ്ലം തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ട് ആ പ്രോബ്ലത്തിലൂടെ തന്നെ നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തുകയാണ്. ഓക്കെ. പലപ്പോഴും പല ട്രാൻസ്ഫോർമേഷനിലും അല്ലെങ്കിൽ പല മാറ്റങ്ങളിലും മാറ്റമായിട്ട് മാറാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം, ലൈഫിൽ ട്രാൻസ്ഫോം ചെയ്യാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ വേറൊരു കാര്യത്തെ, ഓക്കെ, പുതിയൊരു ഹാബിറ്റ് തുടങ്ങുന്ന രീതിയിൽ എന്താണ്, ഒരു ഹാബിറ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ സെറ്റാക്കി സ്റ്റാർട്ട് ചെയ്യും. അതായത് ഫോൺ സ്ക്രോളിംഗ് എന്നൊരു ഹാബിറ്റ് മാറുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റീഡിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് പുതുതായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ കുറച്ച് ദിവസം പോകും, പിന്നെ കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ഡ്രോപ്പ് ആവും എന്നുള്ളതാണ്. ഇങ്ങനെ വരുന്നതിന് എന്താണ്, ആ ഒരു കാരണത്തെ മാറ്റിയിട്ടില്ല. എന്തോ ഒരു ഒരു വിശപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ടേസ്റ്റിൻ ഫിഗർ ഇരിക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റ് നമ്മളിലേക്ക് അകറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർ തിങ്കിങ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ മൈൻഡിന് ഇതൊരു ബുദ്ധിമുട്ടായിട്ടല്ല ഫീൽ ചെയ്യുന്നത്. നമുക്കാണ് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. ഓ, അപ്പോൾ നമ്മളെന്താണ് അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു തേർസ്റ്റിനെ നമ്മൾ വേറെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മാറ്റാം. സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഉള്ള എല്ലാ ഡിസ്അഡ്വാൻറ്റേജുകളെയും നമ്മൾ അഡ്വാൻറ്റേജുകളായിട്ട് മാറ്റുക എന്നുള്ളതാണ്. നമ്മളിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും ആ ബുദ്ധിമുട്ട് നിലനിൽക്കെ നമ്മൾ ഏറ്റവും നല്ല രീതിയിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവത്തിലേക്ക് മാറ്റാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് കോഴ്സിൽ പോയിട്ട് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടതായിട്ടുള്ളത് ജസ്റ്റ് ഒരു ബുക്കും പെന്നും എടുക്കുക. അതായത് എഴുതാൻ കംഫർട്ട് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ജസ്റ്റ് ചിന്തിക്കാൻ കംഫർട്ട് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ചിന്തിക്കുക. ആം, നമ്മളൊക്കെ പച്ചയായ മനുഷ്യനായിട്ട് ചിന്തിക്കണം കേട്ടോ. പച്ചയായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു റോള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചോളൂ. ഒരു അമ്മയുടെ റോളാണെന്നുണ്ടെങ്കിൽ ഒരു അമ്മയായിരിക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അതായത് എന്ത്, എൻ്റെ കുട്ടീനെ പറ്റി അങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടുന്നുണ്ടല്ലോ, അത് തെറ്റാണല്ലോ, അത് മാറണമല്ലോ. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു വർക്കിംഗ് സ്പേസിൽ നിങ്ങളൊരു ഏത് പ്രൊഫഷനാണോ പ്രൊഫഷനിൽ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ബെറ്റർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്ന ചിന്തകൾ ഉണ്ടാവും. ആ ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ച് ഈ ഒരു പൊസിഷനിൽ എനിക്ക് ഇങ്ങനെ ആയിരിക്കണം, അപ്പം പിന്നെ എഫക്റ്റ് ചെയ്യുന്ന ചിന്ത ഈ ചിന്തയാണ്, അപ്പോൾ ഇത് മാറ്റണം ഇതിൽ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ ലൈഫിൽ എടുക്കുന്ന ഓരോ റോൾസുകളും നിങ്ങൾ അവിടെ ബെറ്റർ ആക്കാൻ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് ഈ ഓരോ റോളിലും പെർഫോം ചെയ്യുന്ന ഒരു പച്ചയായ മനുഷ്യനാണല്ലോ നിങ്ങളെന്ന് പറയുന്നത്. ആ ഒരു നിങ്ങളെ നിങ്ങൾ കണ്ടിട്ട് ഞാൻ ഒന്നിലല്ല, ഞാനൊരു മനുഷ്യനാണ്. ഈ മനുഷ്യനായിട്ടുള്ള എന്നെ എഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എല്ലാത്തിലേക്കും നിങ്ങൾക്ക് പാകപ്പെടുത്താൻ പറ്റിയ ഒരു സംഭവത്തെ നിങ്ങൾക്ക് കിട്ടുകയും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുന്നതിലൂടെ പെർമനൻ്റ് ആയിട്ടുള്ള മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് നയിക്കുമെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മാറേണ്ടതായിട്ടുള്ള മാറ്റം തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള മാറ്റമാണ്. അതിനെ നമുക്ക് വന്നുകൊണ്ടിരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ഡൗട്ട് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നമ്മൾ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഏത് ഹെൽപ്പിനും സദാസമയം നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് സെഷനിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. നമുക്ക് അന്ന് എന്ത് ചെയ്യാം, കുറച്ച് ടിപ്സ്, അതായത് നമ്മളുടെ കോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ, ഇനി ആ കോഴ്സിൽ ചേഞ്ച് ചെയ്യാനുള്ള ടിപ്സും കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ. നമുക്കിന്ന് സെഷൻ വൈൻഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. സെഷൻ കണ്ട ഓരോരുത്തർക്കും, ജോയിൻ ചെയ്ത ഓരോരുത്തർക്കും നന്ദി പറയാണ്. ബൈ ബൈ.